പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ നടക്കുന്നില്ലെന്നൊരു പരാതി ഉയരുന്നുണ്ട്. ബന്ധുക്കൾ റോഡ് പോൾ ഉപരോധിക്കുന്നു. സ്ത്രീകൾ റോഡിൽ കുത്തിയിരുന്ന് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. തീരദേശ റോഡിൽ വൻ ഗതാഗത കുരുക്കുണ്ട്. ഇന്നലെ രാത്രിയാണ് വള്ളം മറിഞ്ഞ് 5 തെങ്ങ് സ്വദേശികളായ 2 പേരെ കാണാതായത്. 8:30 മണിക്ക് നടന്ന സമയത്ത് എന്റെ സഹോദരൻ വള്ളത്തിലാണ് പോയത്. എന്റെ സഹോദരൻ വിളിച്ചിട്ട് എന്റെ ചേച്ചിയുടെ മോൻ പറഞ്ഞു, കുഞ്ഞമ്മ ഇങ്ങനെ വള്ളം മറിഞ്ഞിട്ടുണ്ട്, 2 പേരെ കാണാൻ. കുഞ്ഞമ്മ പെട്ടെന്ന് പൊടിയിലെത്തണം. ഞാനും ഈ ഇതിന്റെ അമ്മായിയമ്മയായിട്ട് ഇവിടെ എത്തി. എന്റെ ഈ 2 മക്കളുടെ വിളി കേൾക്കുന്ന കയ്യും കാണുന്നു. എന്തുകൊണ്ട് ഈ കോസ്റ്റൽ പോലീസ് എന്റെ 2 മക്കളെ രക്ഷിക്കാൻ കഴിയാത്ത? 1.5 വയസ്സായ ഒരു പൊടി കൊച്ചുണ്ട് സ്ഥിതി 2 വയസ്സായതുകൊണ്ട് ഈ പിഞ്ച് പാലകമരം നോക്കാനായിട്ടല്ല ഈ കടലിൽ കൂടെ പോകുന്നത്. മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഇവരിവിടെ എന്തിനാണ് ഇരിക്കുന്നത്? ഈ രക്ഷാപ്രവർത്തകർ എന്തിനാണ് ഇരിക്കുന്നത്? ജലകന്യുണ്ട്, പ്രവർത്തിക്കുന്ന വള്ളം അവർക്ക് 30,000-40,000 ശമ്പളം അവർ മാസം തോറും മേടിക്കുന്നത് അവരുണ്ട്. അവർ 24 മണിക്കൂർ ഇതിന്റെ പ്രവർത്തനം നടത്താനുള്ളവരാണ്. അവരെന്തുകൊണ്ട് പ്രവർത്തനം നടത്താതെ എന്തുകൊണ്ട് ആ നേരം ഈ ഇതിൽ ഒരു ജലകന്യ വള്ളം ഉണ്ടെങ്കിൽ അന്നേരം ഇപ്പോൾ MLA രമ്യ ഹരിദാസ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പ്രതിഷേധിക്കുന്നവരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. MLAക്ക് നേരെയും ഇപ്പോൾ മുതലപ്പുഴയിലുള്ള ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്. പ്രതീഷുണ്ട്. പ്രതീക്ഷ MLA എത്തി അനുനയിപ്പിച്ചിട്ടും അവർ വഴങ്ങുന്നില്ല. അവരുടെ പ്രിയപ്പെട്ടവരാണ് വള്ളം പറഞ്ഞ് കാണാതായിരിക്കുന്നത്. തെരച്ചിൽ നടക്കുന്നില്ല എന്നാണോ ഇപ്പോൾ നാട്ടുകാർ പരാതിപ്പെടുന്നത്? പ്രതീഷ്, അരുൺകുമാർ, തീർച്ചയായും വലിയ സംഘർഷ സാഹചര്യം കൂടി ഉണ്ട് മുതലപ്പുഴ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ. കാരണം ഇന്നലെ രാത്രിയാണ് മുതലപ്പുഴയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ, അതിൽ 4 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. അതിൽ 2 മത്സ്യത്തൊഴിലാളികളെയാണ് കാണാതായത്. ഇന്നലെ രാത്രി മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടും തിരച്ചിൽ നടക്കുന്നില്ല എന്നതാണ് പ്രധാനമായും ഈ കുടുംബം ആരോപിക്കുന്ന കാര്യം. ഇതിൽ പ്രതിഷേധിച്ചാണ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ മരിച്ച ഈ വള്ളത്തിൽ പോയ ഇവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ആദ്യം ഈ കോസ്റ്റൽ പോലീസിന് മുന്നിലെ തീരദേശ റോഡ് ഇവർ ഉപരോധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി കുടുംബാംഗങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ സ്ഥലം MLA രമ്യ ഹരിദാസ് ഇവിടെ ണ്ട്. ഈ കുടുംബാംഗങ്ങളോട് MLA സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇപ്പോൾ MLA ഉണ്ട്. MLA ഇപ്പോൾ എന്താണ് ഇവർ പറയുന്നത്? ഇപ്പൊ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ എന്താ വെച്ചാല് ഒരു ബോട്ട് വിഴിഞ്ഞത്തുനിന്ന് ഒരു ബോട്ട് കൂടി ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു ബോട്ടുകൾ കൂടി പോയി എന്നുള്ളതാണ് ഇപ്പൊ ഈ മത്സ്യത്തൊഴിലാളികളായിരിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മറ്റു ബോട്ടുകൾ ഇനി ഇതേപോലെ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നത് രമ്യ ഹരിദാസ് MLA പറയുന്നു. MLAക്ക് നേരെയും പ്രതിഷേധം അവിടെയുണ്ടായി. പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ മുതലപ്പുഴക്കാർ പ്രതിഷേധിക്കുന്നത്.